ഒരു പടമാണ്. ഫാമിലി ആയിട്ട് കുട്ടികളെ കൂട്ടി തീർച്ചയായും കണ്ട് എല്ലാവർക്കും ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണ്. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. പടം എങ്ങനെയുണ്ട്? പടം നന്നായിരുന്നു, നല്ല എൻ്റർടൈനറാണ്, ഫണ്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ആർട്ടിസ്റ്റിനെല്ലാം സ്പേസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇഗിലിയുടെ റോള് നമ്മൾ കാണാത്തൊരു ഏരിയയാണ് പുള്ളിക്കാരി ചെയ്തേക്കണം. ചിപ്പിയാണെങ്കിലും ഐശ്വര്യ ആണെങ്കിലും നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാം വിനീതാൻ്റെ കൂടെ തന്നെയായിരുന്നല്ലോ, നല്ലായിരുന്നു. ലൈക്ക് ഐ ആം സോ ഹാപ്പി. ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി പൊറോട്ട നടക്കായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. മൈ സെക്കൻഡ് മൂവി. പക്ഷെ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു ക്യാരക്ടറും ഒക്കെ. അപ്പോൾ യാ വെരി ഹാപ്പി. യെസ്, നല്ലായിരുന്നു. ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. ഫുൾ ആ ഒരു വ്യക്തിയും സമയം ചിരിക്കാതെ കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വെരി ഹാപ്പി. ആ ഒരു എക്സ്പീരിയൻസ് അല്ല, വളരെ നല്ല സന്തോഷമുണ്ട്. എല്ലാവരും കുറേ നാളത്തിന് ശേഷമാണ് ഫിലിം പറയുന്നത്. സന്തോഷം, എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എന്താണ് പ്രേക്ഷകരോട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ, എനിക്കറിയില്ല. അത് കുറച്ച് ആൾക്കാരോട് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അടിപൊളി മൂവി. എല്ലാവരും പെർഫോമൻസസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. കൈയടക്കത്തോടുകൂടി സാധിച്ചു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. താങ്ക്സ്. അതിനാണ് മനസ്സരുത്തം എന്ന് പറയുന്നത്. അതെ, നമ്മള് സ്റ്റാർട്ടിങ് ഇപ്പം ഒക്കെ കണ്ട് ഉള്ള ഒരു കാര്യമേ അല്ല. ആക്ച്വലി ലാസ്റ്റ് ഒരുപാട് റിവീലാവുന്നുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. വിനീതും മോൻജൊക്കെ വെരി ഹാപ്പി. And of course, like I got a lot of help from Vineet, Rakesh, Shetan and Mohan sir. So I think it has come out really well. We all enjoyed it. Thank you. അതിൽ അവരുടെ അച്ഛനമ്മയായിട്ട് അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടമായി. ഒരു പടമാണ് മോഹൻലാലിന്റെ പടം. എല്ലാവരും ഇവരുടെ എല്ലാ പടങ്ങളും വ്യത്യസ്തമാണ്. അടിപൊളി പടമാണ്. പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഇതുവരെ ചെയ്തതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫൺ മൂഡിൽ തന്നെയാണ് എല്ലാം ചെയ്തു പോയിരിക്കുന്നത്. ഫാമിലി ഓറിയന്റഡ് ആണ്. എന്നാൽ നല്ല എല്ലാവർക്കും എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന. എന്താണ് ഞാൻ എടുക്കാതെ ലൈക് ദാറ്റ് വാസ് ലൈക് സൂപ്പർ. ഈ അടിപൊളിയല്ലേ? ഇന്നും ആദ്യമായിട്ടില്ല പടം ഞാനും ഇത് തിയേറ്ററിൽ ഭയങ്കര ചിരിയും ഭയങ്കര അല്ലേ കൈയിടിയൊക്കെയാണ് ഉണ്ടായത്. നിങ്ങളുടെ പ്രേക്ഷകർ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര സന്തോഷം. കോമഡി അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഫുൾ കോമഡി കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും സൈഡ് റോളൊക്കെ ചെയ്ത് എല്ലാവരും നല്ല നല്ല ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സിനിമ, ഫാമിലി പടം. വിനീത് ശ്രീനിവാസനാണോ ഫുള്ള്? വിനീത് ശ്രീനിവാസൻ ഫുൾ 100% വിനീത് ശ്രീനിവാസൻ പടം. പുള്ളിയുടെ സ്റ്റൈലൊക്കെ അതേപോലെ തന്നെ നല്ലൊരു കോമഡിയാണ്. കോമഡി നല്ലപോലെ വർക്കായിട്ട് പോകും. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ലില്ല, അതൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നല്ലൊരു ഒരു കാലഘട്ടം ഉണ്ടല്ലോ, പെണ്ണ് കിട്ടാത്തൊരു ഒരു വിഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഇതാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, നല്ലപോലെ അത് കോമഡി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കോമഡി നല്ലൊരു കോമഡി സിനിമ, ഫാമിലി കോമഡി മൂവി. കുഴപ്പമില്ല. ചേട്ടാ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ടായിരുന്നു? അത് മോശമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ധ്വനി. അതല്ല, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മോശമായി ചിത്രീകരിക്കപ്പെടും. എന്നാലാണ് ഇത് മോശമാണെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ആ ട്രാൻസ്ഫോർമേഷൻ ലാസ്റ്റ് വരുന്നുണ്ട്. ആ വിനീതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. കാരണം ഒരു സെക്സിസ്റ്റ് ആയിട്ട്, ഒരു ഷോവിനിസ്റ്റ് ആയിട്ട് ഒന്ന് സെക്സിസ്റ്റ് ആവുക, ഷോവിനിസ്റ്റ് ആവുക എന്ന് പറഞ്ഞ് ഒരു മോശം കാര്യം തന്നെയാണെന്നാണ് നമ്മളിതിൽ പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ടേസ്റ്റിനാണ്. നമ്മളെ ആ സെക്ഷൽ ഓറിയൻറ്റേഷനും അത് നമ്മുടെ ടേസ്റ്റിൻ്റെ ഭാഗം മാത്രമല്ല, അത് ഫ്രൗണ്ട് അപ്പോൺ ആയി കാണേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ
ഒരു സ്ത്രീയുടെ ശാരീരിക അളവുകോലുകൾ വെച്ചിട്ട് ആണ് ആദ്യം വിലയിരുത്തുന്നത്. ഭംഗി, പിന്നെ എന്താ പറയുക, അപ്പോൾ അങ്ങനെയൊന്നുമല്ല ഒരു സ്ത്രീയെ വിലയിരുത്തേണ്ടത് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ അവസാനം വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷനാണ്, ഒരു സെക്സിസ്റ്റ്, ഒരു ഷോവിനിസ്റ്റ് ചെറുപ്പക്കാരൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണായിട്ട് മാറുന്നതാണ്. അത് ഹ്യൂമറിൽ പറയുന്നത്. വിനീതേട്ടൻ എങ്ങനെയാണ് വിനീതേട്ടൻ തന്നെ ഇങ്ങനെ ഒരു കാസ്റ്റിലേക്ക് ബന്ധപ്പെട്ടത്? അത് ആക്ച്വലി ഇതൊരു ആക്സിഡന്റൽ സംഭവമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ വേറൊരു സബ്ജക്റ്റാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റ് റെസ്പോൺസ് ഹോൾ റൂമിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില ഷോട്ടിലൊക്കെ വിനീതായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് ചിരി നിർത്താൻ പറ്റാത്ത കൈൻഡ് ഓഫ് ഷോട്ട്സ് ഒക്കെ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിപ്പം തിയേറ്ററിലും അതേപോലെ തന്നെ അതേ റെസ്പോൺസ് നിങ്ങളെടുക്കുന്നൊക്കെ കണ്ടപ്പോഴേക്കും വെരി ഹാപ്പി. വിനീതിന്റെ ഒരു വിനീത് എന്താ പറയുക, അഴിഞ്ഞാടി എന്നൊക്കെ പറയാല്ലേ, ഞാൻ പറയുന്ന കേട്ടതാണ്. അഴിഞ്ഞാടിയിരിക്കുകയാണ് അതിനകത്ത്. ഏതായാലും ജാതകത്തിൽ വിശ്വസിച്ച് കല്യാണം മുടങ്ങി പോകുന്നവർക്കൊക്കെ ഇതൊരു പണ്ടത്തെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒക്കെ ചെറിയൊരു മാനറിസമൊക്കെ വന്നിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. പിന്നെ ഉറപ്പായിട്ടും അച്ഛനും മോനും അല്ലേ, അവരുടെ എല്ലാ കഴിവുകളും ഇരട്ടിയായിട്ടാണ് മക്കൾക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ കുറേ ആർട്ടിസ്റ്റുകളും ഉണ്ട്, ഇങ്ങനെയൊക്കെ കുറേ ആർട്ടിസ്റ്റുകളെ കാണാത്ത കുറേ ആൾക്കാരും പുതുമുഖങ്ങളും ഒക്കെ. സൈനോര ഉണ്ട് അതിനകത്ത്. സൈനോര കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഐശ്വര്യ, എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ടെൻഷന്റെ ഇടയിലെല്ലാം ഒരു ചിരി ഉതിർക്കാൻ, എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു ചിരി വരുത്താൻ ഈ പടത്തിന് സാധിച്ചെങ്കിൽ സോ ഹാപ്പി. സുബേർ കേക്ക് ഒരു നല്ല പടത്തിന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.